പറയുന്നത് എന്താ, കമ്മ്യൂണിസം എന്ന് പറയുന്നത് വളരെ ഉയർന്ന തരത്തിലുള്ളൊരു ഹ്യൂമനിസമാണ്. ആ ഹ്യൂമനിസം ഉണ്ട്. ഈ ലോകമാകെ നന്നാവണം, മനുഷ്യരാശിയാകെ നന്നാവണം, ഈ ജീവിതം കൂടുതൽ ജീവിതവ്യമാവണം, ജീവിതയോഗ്യമാവണം, ഇനി ഒരുപാട് തലമുറകൾ ഇവിടെ വരാനുണ്ട്, ആ തലമുറകൾക്കൊക്കെ കൂടെ ജീവിക്കാൻ കഴിയണം എന്നൊക്കെയുള്ള ഒരു ചിന്ത, അതാണ് ഹ്യൂമനിസത്തിന്റെ അടിസ്ഥാനം എന്ന് എനിക്ക് തോന്നുന്നു. ആ നിലയ്ക്ക് വൺ ഹു ഇസ് നോട്ട് എ ഹ്യൂമനിസ്റ്റ് കനോട്ട് ബി എ കമ്മ്യൂണിസ്റ്റ് എന്ന് മാവോ സേതുങ് പറഞ്ഞു. ഹ്യൂമനിസ്റ്റ് അല്ലാത്ത ഒരാൾക്ക് കമ്മ്യൂണിസ്റ്റ് ആകും. എന്നും ഫാസിസ്റ്റുകൾ 3 വിഭാഗക്കാരെയാണ് പേടിച്ചിരുന്നത്. ഹിറ്റ്ലറും മുസോളിനിയും ഫ്രാങ്കോയും ഇന്തോനേഷ്യയിൽ സുഹാർത്തോവും മറ്റും പേടിച്ചിരുന്ന 3 വിഭാഗക്കാരാണ്. ഒന്ന് ബുദ്ധിജീവികൾ, ചിന്തകന്മാർ, മറ്റൊന്ന് വിദ്യാർത്ഥികൾ, മൂന്നാമത്തത് അക്കാലത്തുണ്ടായിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ. ഏറ്റവും മനോഹരമായ നാളത്തെ ലോകത്തിന്റെ ഒരു നിർവചനമാണ് ഈച്ച് ഫോർ ഓൾ ആൻഡ് ഓൾ ഫോർ ഈച്ച്. ആ ബ്ലൂ പ്രിന്റിന് അപ്പുറത്തൊരു പ്രിന്റ് ഇതുവരെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അത് മാർക്സ് ഉണ്ടാക്കി. ശവകുടീരത്തിൽ നീ ഉറങ്ങുമ്പോഴും ഇവിടെ വാക്ക് എന്താണെന്നറിയാമോ? എല്ലാവരും ഓരോരുത്തർക്കും വേണ്ടിയും ഓരോരുത്തരും എല്ലാവർക്കും വേണ്ടിയും ശ്രമിക്കുന്ന ഒരു ലോകം വരണം എന്ന ആ വാക്കാണ് ഞാൻ അവിടെ മനസ്സിലാക്കിയത്. കമ്മ്യൂണിസ്റ്റാണ്, ഒരു ലിബറൽ കമ്മ്യൂണിസ്റ്റ്. എല്ലാവർക്കും സൗകര്യമായിട്ടുള്ള ജീവിതം ഉണ്ടാകുക എന്നുള്ളതാണ് എന്റെ ആഗ്രഹം. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ റോള് പോലും കേരളത്തിലെ ഫ്യൂഡൽ വ്യവസ്ഥ അവസാനിപ്പിക്കുന്നതിലും ചൂഷണം അവസാനിപ്പിക്കുന്നതിലും അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ അവസാനിപ്പിക്കുന്നതിലും അങ്ങ് പറഞ്ഞ ഭ്രാന്താലയമാണ് എന്ന ആ വിഷയം ഇല്ലാതാക്കുന്നതിലും ഒക്കെ അവിടെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്ത് വഹിച്ച പങ്ക് വലിയ പങ്ക് തന്നെയാണ്. കോളേജിലെത്തിക്കഴിഞ്ഞപ്പോൾ കിട്ടിയ ഒരു സ്വാതന്ത്ര്യമോ ദുസ്വാതന്ത്ര്യമോ തന്നെ എത്തിച്ചത് സ്നേഹമുള്ള വ്യക്തി എന്ന് പറയുന്നതിൽ എന്നെ കൊണ്ട് നിന്ന് കെട്ടിയിടാൻ പറ്റുന്നത് സഖാവ് അച്യുതാനന്ദൻ. നമുക്ക് അദ്ദേഹത്തിന് ശേഷം ആര് എന്ന് ചോദിച്ചാൽ ഒരു പേര് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടെന്നല്ല ഞാൻ പറയുന്നത്, കണ്ടുപിടിക്കാൻ കഴിയും. തുറന്നു പറയുന്നു ഞാൻ, ആർക്കിഷ്ടപ്പെട്ടാലും ആർക്കിഷ്ടപ്പെട്ടില്ലെങ്കിലും താരതമ്യേന UDF-നെക്കാളും LDF-ലാണ് അഴിമതി കുറവ്. ഈ വരുന്ന ഇലക്ഷനിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ അത് അരിവാൾ സൂചിക നക്ഷത്രം അടയാളത്തിൽ വോട്ട് രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടുകൂടി വിജയിപ്പിക്കണമെന്നാണ് എനിക്ക് ഏറ്റവും ആദ്യം പറയാനുള്ളത്. ഈ വാർത്ത എനിക്ക് ചാലക്കുടിയിൽ ടിവിയിൽ നിന്ന് കേൾക്കണം, വിജയിച്ചു എന്നുള്ളത്. പണ്ടത്തെ കാലത്തെ അരി തരാത്ത, തുണി തരാത്ത, പണി തരാത്ത ഭരണമേ തകരു നിന്റെ കടവരങ്ങൾ തകരണം, അങ്ങനത്തെ പാട്ടുള്ള കാലത്താണ് ഞാൻ. അതിൽ 5-6 പാട്ടും കാണാൻ പാടാം. നാടിന്റെ സമഗ്ര വികസനത്തിനും സാമൂഹിക സുരക്ഷയ്ക്കും ആധുനിക കേരളത്തിന്റെ ഭാവി തലമുറയുടെ പ്രതീക്ഷയ്ക്കും നമുക്കൊന്നായി കൈകോർക്കാം.